ജില്ലാ അതിർത്തിയിൽ എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് തടഞ്ഞു. ഇടുക്കി ജില്ലയിൽ എൽഡിഎഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഗവർണർ എത്തിയത്. ഗവർണറെ തടയില്ലെന്ന് എൽഡിഎഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ ശിവരാമൻ അറിയിച്ചുവെങ്കിലും കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് എസ്എഫ്ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ ഗവർണർക്കെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ അസഭ്യവർഷം നടത്തുകയും കറുത്ത ബാനർ ഉയർത്തുകയും ചെയ്തു. സംഘി ഖാൻ, താങ്കൾക്കിവിടെ സ്ഥാനമില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ബാനറാണ് എസ്എഫ്ഐ സ്ഥാപിച്ചത്. ഗവർണർ പങ്കെടുക്കുന്ന മെർച്ചന്റ് അസോസിയേഷൻ ഹാളിലേക്ക് എൽഡിഎഫ് പ്രകടനം നടത്തി. ഗവർണർക്ക് നേരെ പ്രതിഷേധം ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴയിൽ 500 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. നിയമസഭ ഏകകണ്ഠമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ പാസാക്കിയ ഭൂമി പതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതാണ് ഇപ്പോൾ ഗവർണർക്കെതിരായ ഇടത് പ്രതിഷേധത്തിന്റെ കാരണം. പട്ടയഭൂമിയിലെ ക്രമപ്പെടുത്തലുകളെന്ന കർഷകരുടെ എക്കാലത്തെയും ആവശ്യം മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷം ബില്ലിനോട് യോജിച്ചത്. അതേസമയം ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമ സാധ്യത നൽകുമെന്നതടക്കമുള്ള പരാതികൾ വന്നതാണ് തീരുമാനമെടുക്കാൻ വൈകുന്നതെന്നാണ് ഗവർണറുടെ വിശദീകരണം. ഗവർണറുടെ സന്ദർശനത്തിന് മുന്നോടിയായി എൽഡിഎഫ് ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഒരിഞ്ച് പിന്നോട്ടേക്കില്ലെന്നും ഉറച്ച നിലപാടെടുക്കുകയായിരുന്നു ഗവർണറും. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിനെതിരെയാണ് ഹർത്താലെങ്കിൽ ഒപ്പിടാത്തതിന് കാരണം സർക്കാരാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തുന്നു. ബില്ലിനെതിരെ കിട്ടിയ പരാതികളിൽ സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്നും ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇടുക്കിയിൽ ഗവർണർക്ക് നേരെ നടക്കുന്ന പ്രതിഷേധത്തിൽ ചുക്കാൻ പിടിക്കുന്നത് എം മണിയാണ്. ജില്ലാ സെക്രട്ടറി CV വർഗീസും ഇതിന് പിന്നിലുണ്ട്. ഇരുവരും ഗവർണറെ മുൻപേ തന്നെ വെല്ലുവിളിച്ചിരുന്നു. ബില്ലിൽ ഒപ്പിടാത്ത നാറിയെന്നാണ് എം മണി മുൻപ് ഗവർണറെ ആക്ഷേപിച്ചത്. ആരിഫ് ഖാനെ ഇടുക്കിയിൽ കാലുകുത്തിക്കില്ലെന്നാണ് CV വർഗീസ് വെല്ലുവിളിച്ചത്. എന്നാൽ ഗവർണർ കൂളായി വന്ന് കയറിയതോടെ CPMന് അത് മുഖത്തേറ്റ അടിയായി. SFIയെ വെല്ലുവിളിച്ച് കോഴിക്കോട് ചെന്ന് കയറി അവിടെ ഓളമുണ്ടാക്കിയിരുന്നു ആരിഫ് ഖാൻ. ഇപ്പോൾ ഇടുക്കിയിലും വന്ന് ഓളമുണ്ടാക്കി. ആരിഫ് ഖാന് അനാവശ്യമായി ബൂസ്റ്റപ്പ് ചെയ്യുന്നത് ഈ CPMകാർ തന്നെയാണ്. ഗവർണർ ഇടുക്കിയിൽ വന്നു പോയേനെ, എന്നാൽ തടയും, കാലുകുത്തിക്കില്ല, കരിങ്കൊടി എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ഇവരുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ വരികയും ചെയ്യുമ്പോൾ ആരിഫ് ഖാന് പോപ്പുലാരിറ്റിയും മാധ്യമ ശ്രദ്ധയും ഉണ്ടാക്കി കൊടുക്കുകയാണ് സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബോധം പോലും ഈ കമ്മിക്കൂട്ടത്തിനില്ല. മറിച്ച് ഗവർണർ വന്നു പോകട്ടെ, അതിന് ഞങ്ങൾക്കെന്താ എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ CPMന് ഒരു ഇരയെ അല്ല ആരിഫ് ഖാൻ എന്ന പ്രതീതി ഉണ്ടായേനെ. സഖാക്കൾ തന്നെ അവരുടെ കുഴി തോണ്ടുകയാണ്. ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഗവർണർ എത്തുന്നതെന്ന് CPM ആരോപിച്ചത്.